ഒരു വിദ്യാലയത്തിൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായ ആ ദുസ്ഥിതിയാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കാണുന്നത്. മിഥുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, ഒരു നോക്ക് കാണാൻ ഒരു പരിചയമില്ലാത്ത ആളുകൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള നോവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ണീരാണ് കാണുന്നത്. അധ്യാപകരും സഹപാഠികളും നാട്ടുകാരുമെല്ലാം മിഥുന് യാത്രാമൊഴി ഏകുകയാണ്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം AK സ്റ്റെഫിനും രാഹുൽ ജി നാഥും അവിടെയുണ്ട്. ഇപ്പോഴും ആളുകൾ എത്തുന്നുണ്ട്. ഇനിയും കുട്ടികൾ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കാണാൻ വേണ്ടി. സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ വീട്ടിലേക്ക് കൂടി അവർ വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടാകെയും തകർന്നു പോകുന്ന അവസ്ഥയാണ്, നെഞ്ചുപൊട്ടുന്ന അവസ്ഥയാണ്, നെഞ്ചുപൊട്ടുന്ന കാഴ്ചകളാണ്. അമ്മയും കുഞ്ഞനുജനും അച്ഛനുമൊക്കെ കരഞ്ഞ് അവർ തളർന്നു പോയിട്ടുണ്ട്. അമ്മ ഇളയ മകനെ മിഥുൻ്റെ അനിയനെ മടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപക്ഷെ കരയാൻ പോലും അമ്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഇത്രയും 3 ദിവസമായി മരണം സംഭവിച്ചിട്ട് കാര്യം അറിഞ്ഞ് ഇത്രയും അകലെ ഒറ്റയ്ക്ക് യാത്രയൊക്കെ ചെയ്ത് ഇവിടെ എത്തുക എന്ന് പറയുന്നത്, ആ നിമിഷങ്ങളിലൂടെ അമ്മ കടന്നുപോയ നിമിഷങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്തതാണ്. ഒരു നിമിഷം ഒരുപക്ഷെ അമ്മയുടെ ഹൃദയം സ്തംഭിച്ചു പോയിട്ടുണ്ടാകാം എന്ന്, അല്ലെങ്കിൽ കരയാൻ പോലും ആകാത്തവണ്ണം അവരായിട്ടുണ്ടാകാം. വന്ന് കുറേ നേരം പൊട്ടിക്കരഞ്ഞിരുന്നു. ഇപ്പോൾ കുറച്ചു നേരം അവരങ്ങനെ ശാന്തയായി മൗനിയായി ഇരിക്കുകയാണ്. പക്ഷേ അവരുടെ മനസ്സിലൊരു ആർത്തുലയ്ക്കുന്ന കടൽ പോലെയായിരിക്കാം അവരുടെ വിങ്ങലുകളും വേദനകളും ഒന്നും നമുക്ക് വിവരിക്കാനാകാത്തതായിരിക്കാം. പെറ്റമ്മയാണ്. പക്ഷേ ഇപ്പോഴും ആളുകൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയുടെയും മകൻ്റെയും ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മിഥുൻ്റെ അനിയൻ്റെയും അമ്മയുടെയും. ചേട്ടൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ചേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളെയും ഒക്കെ പറ്റി മകൻ ഇത്രയും ദിവസങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നുള്ള NCC കേഡറ്റ്സൊക്കെ ഇപ്പോൾ വീട്ടിലേക്കും എത്തുകയാണ്. എല്ലാവരും അവസാനമായി അവനെ കാണാനായി എത്തുകയാണ്. വളരെ പെട്ടെന്ന് ആളുകളെ കടത്തിവിടുന്നുണ്ട്. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. സംസ്കാരം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആളുകളെ പോലീസ് തന്നെയാണ് നേരിട്ട് അവരെ നിയന്ത്രിക്കുന്നത്. ആളുകളെ വളരെ പെട്ടെന്ന് കടത്തിവിടുന്നു. അമ്മയും ഇളയ മകനും അച്ഛനും അച്ഛമ്മയും ഒക്കെ ഒരിടത്ത് കരഞ്ഞ് തളർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും അധ്യാപകരുടെയും അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി മിഥുൻ്റെ മൃതദേഹം വിലാപയാത്ര തേവലക്കരയിലെ സ്കൂളിൽ നിന്ന് വിളന്തറയിലെ വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷവും മണമുറിയാത്ത ജനപ്രവാഹമാണ്. 5 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ്. പൊന്നുമോനെ അവസാനമായി കാണാൻ വിദേശത്ത് നിന്നെത്തിയ അമ്മയുടെ നെഞ്ചു പൊട്ടിയ കരച്ചിലാണ് നമ്മൾ അല്പം മുൻപ് കേട്ടത്. ഉറ്റവർ, നാട്ടുകാർ, ബന്ധുക്കൾ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ നിൽക്കുകയാണ്. മിഥുനെ കണ്ട് അലമുറയിട്ട് കരയുകയാണ് പിതാവ് മനു. ഒപ്പം സഹോദരൻ 5ാം ക്ലാസ്സുകാരൻ. വിളന്തറയിലെ വീട്ടിൽ നമുക്കെല്ലാം നോവായി മാറുന്ന കാഴ്ചകളാണ്, വൈകാരികമായ നിമിഷങ്ങളാണ്. 100 കണക്കിന് പേരായി, ആയിരക്കണക്കിന് പേരാണ് സ്കൂളിലും വീട്ടിലുമായി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. മിഥുനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒന്ന് കാണാൻ സ്കൂളിലേക്കും വീട്ടിലേക്കും എത്തിയത്.